ഹലോ ഫ്രണ്ട്സ്, ഈ കയ്യിലിരിക്കുന്നത് ഞാൻ മരത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള കണിക്കൊന്ന അല്ല കേട്ടോ. നമ്മൾ ക്രേ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണിക്കൊന്നയാണ്. വിഷുവിനെ എങ്ങനെ കണിക്കൊന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു മുന്തിരിയുണ്ട്, ഇതുപോലെ കൊലയിൽ നിന്ന് മുന്തിരിയൊക്കെ പറിച്ചളഞ്ഞിട്ടുള്ളത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട 2 കളേഴ്സാണ്. ഒന്ന് യെല്ലോ, ഈ യെല്ലോ മാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ക്രേ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീതിക്ക് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വീണ്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് 4 ഇതിലുള്ള കുറേ കണിക്കൊന്നകളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വിദേശത്തുള്ള കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും എവിടെ നിന്നെങ്കിലൊക്കെ കണിക്കൊന്ന അവർ പൈസ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങാൻ കിട്ടും. വിദേശത്ത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ച് കുറവായിരിക്കില്ല. നമുക്ക് കുറച്ച് പൂ കിട്ടിയാൽ തന്നെ നമ്മളത് എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കണിക്കൊന്ന കണ്ടു എന്നുള്ള രീതിയിൽ കണി വെക്കുന്നവരുണ്ട്. അപ്പം നിറച്ച് കണിക്കൊന്ന വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ച് കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കുകയാണ്. കണിക്കൊന്ന കിട്ടാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രേ പേപ്പർ ഒന്ന് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് നമ്മുടെ കണിക്കൊന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുല്ലപ്പൂ ഉണ്ടാക്കിയ വീഡിയോ ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. വെള്ളത്തിൽ കലക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ഉണ്ടാക്കാൻ സമയത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ താഴ്ഭാഗത്ത് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ കൊടുക്കുക. ഒട്ടിക്കിട്ടിട്ടത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഇതളുകൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു ക്രേ പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി ഒരു 2-3 കൊല നമുക്ക് കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 5 രൂപയ്ക്ക് ഈ ഷീറ്റിനാവുള്ളൂ ക്രേ പേപ്പറിൻ്റെ. അപ്പോൾ ഗ്രീൻ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രീൻ കളറിൽ നമ്മുടെ കയ്യിൽ ആക്രിലിക് കളർ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഇതളുകൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് കണിക്കൊന്നയുടെ ഉള്ളിലായിട്ട് ഒരു കുളത്ത് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഒരു യെല്ലോ കളറിലെ ഒരു സാധനം, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു കുനിപ്പ് പോലത്തെ ഒരു സാധനം, അതാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഗ്രീൻ കളറിൽ ഉണ്ടാക്കുന്നുണ്ട്, യെല്ലോ കളറിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറിൽ ഏതാ എടുത്തേക്കുന്നത് ഇതുപോലെ നീളത്തിൽ ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് അതൊന്ന് മടക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പേപ്പറിനകത്തേക്ക് വെള്ളം നനച്ചിട്ട് ഒന്ന് ഇതുപോലെ റോളാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തുമ്പ് ഒന്ന് ചെറുതായിട്ട് കുനിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം, റൗണ്ടിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കുനിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ കളർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. യെല്ലോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടാക്കിയത് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളറിലേയും ഉണ്ടാക്കാം, യെല്ലോ കളറിലേയും ഉണ്ടാക്കാം. ഇനി ലൈറ്റ് ഷെയ്ഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫെവിക്കോള് കുറച്ച് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തിട്ട് ഈ യെല്ലോയിൽ ഒന്ന് ഷെയ്ഡൊന്ന് കൊടുത്താൽ മതി, യെല്ലോയിലൊന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. ഇനി ബാക്കി നമ്മൾ പിച്ച് പറിച്ച് കുറേ കുഞ്ഞു കഷ്ണങ്ങൾ കളഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും ഇതുപോലെ ഒന്ന് ചുരുട്ടിയിടുക. മുല്ലമുട്ട് ഉണ്ടാക്കിയ പോലെ ഇതുപോലെ ഒന്ന് താഴെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു മുട്ട് പോലെ നമുക്ക് കിട്ടും. കണിക്കൊന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ മുട്ടുകളല്ലേ കാണുക. പിന്നെ മുകളിലേക്ക് വരുന്തോറും വലിയ പൂക്കളായിട്ടാണ് വരുന്നത്. എല്ലാ പൂവിനും 4 ഇതളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കുറേ ഇതളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഉണ്ടാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വളച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു ഇതുപോലുള്ള ഇതളുകളാണ്. പിന്നെ കുഞ്ഞു മുട്ടുകൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വിടർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതളുകൾ ഉണ്ടാക്കി വെച്ച ശേഷം നമുക്ക് പൂവുണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ 1 by 1 ആയിട്ട് ഓരോ പൂക്കളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതളുകൾ ഉണ്ടാക്കിയിട്ട് പൂവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പശ കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നല്ല കുറേ ഇതളുകൾ ഉണ്ടാക്കിയ ശേഷമാണ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ പശ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് താഴ്ഭാഗത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ 2 ഇതൾ വെച്ചിട്ട് നടുക്കായിട്ട് നമ്മൾ ആ കുഞ്ഞ് വളഞ്ഞ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഇതൾ കൂടി വെച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയിട്ട് തിരിച്ച് കൊടുത്താൽ മതി താഴ്ഭാഗത്ത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഉണങ്ങിക്കോട്ടോ. ഒരു ഡേ ഫുൾ വെക്ക് 1 നൈറ്റ് ഫുൾ
ഗ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൂലിട്ട് 2 റൗണ്ട് വെറുതെ ചുറ്റിയാലും മതി. അപ്പോൾ നൂലിട്ട് ചുറ്റണമെന്നൊന്നുമില്ല, നിങ്ങൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. കണ്ടത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ഇതളകളൊക്കെ വേണമെങ്കിൽ നിവർത്തി കൊടുക്കാം. അപ്പോൾ വലിയ പൂ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഇതള ഒന്ന് നന്നായിട്ട് നിവർത്തി കൊടുത്താൽ കൈ വെച്ചിട്ട് താഴേക്ക് വരുന്തോറും കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വരണമെങ്കിൽ നിവർത്താണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നടുക്കുള്ള ആ കുനിപ്പുള്ള സാധനം നമുക്ക് പല സൈസിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞു വളഞ്ഞതും വളയാത്തതും നേരെ ഉള്ളതൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു മുട്ട് നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട് നമ്മൾ താഴ്ഭാഗത്തേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൂവ് ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് കളറിലും ഡാർക്ക് ഗ്രീൻ കളറിലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇത് ഒട്ടിക്കാൻ തുടങ്ങാം. ഒട്ടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഗ്രേപ്പിൻ്റെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിക്കൊലേൻ്റെ കൊല എടുത്തിട്ടുണ്ട്, മുന്തിരിയൊക്കെ കളഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ മോൾ ഭാഗത്തേക്ക് വെക്കാനുള്ള കുറച്ച് നിവർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലതിൽ നൂല് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചിയും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ പൂ കെട്ടിയെടുത്തത്. അപ്പോൾ അമ്മച്ചി അതിനകത്ത് നൂലൊക്കെ ചുറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ ഞാൻ നൂലൊന്നും ചുറ്റിയില്ല, ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചോളും. അപ്പോൾ അമ്മച്ചി പറഞ്ഞ നൂല് ചുറ്റിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും, അമർന്നിരുന്നോളും, പിന്നെ അഴിഞ്ഞു പോരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഇരുന്ന് നൂലൊക്കെ ചുറ്റി തന്നിട്ടോ. അപ്പോൾ നമ്മളിതേ മുന്തിരിമേന്ന് കുറച്ച് കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് നീളമുള്ള ആക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ മുട്ടുകൾ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ചെറിയൊരു പീസ് എടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് വെക്കാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വഴി കൂടി വണ്ടി പോകേണ്ട, അതാണ് സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇതളുകളുള്ളത് ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഇതളുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായി, അത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പശ ഇങ്ങനെ വലിഞ്ഞ് തിളങ്ങി കാണുന്നുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് പറിച്ച് കളയാം കേട്ടോ. അപ്പോൾ ആ കുഞ്ഞി കൊമ്പിലേക്ക് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് താഴേന്ന് വലുതിന്ന് ചെറുതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഇതളുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇതുപോലെ വളഞ്ഞ സാധനമൊന്നും ഞാൻ വെച്ചിട്ടില്ല, വലിയതിനകത്ത് മാത്രമാണ് ഇതുപോലെ നീളമുള്ള ആ സാധനമൊക്കെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണുമ്പോൾ ഈ കുത്തുള്ള മുന്തിരിയുടെ സാധനം ഉണ്ടല്ലോ, അത് കത്രിക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം ഒന്നും ഇങ്ങനെ കുനുകുനാന്ന് കാണാനുള്ള. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പിയിലൊക്കെ കെട്ടിയിടുക കേട്ടോ. അപ്പോൾ കമ്പിയൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. മുന്തിരിയുടെ കൊല തന്നെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ അത് ഒടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഹോട്ടിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ, അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ആയ ഭാഗത്തും ഒരു കഷ്ണം വെച്ച് താഴോട്ടൊരു ജോയിൻ്റ് ആക്കിയിട്ടുണ്ടായി, അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണിക്കൊന്നേൻ്റെ കൊല കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കൊല പൂവുണ്ടാക്കി എടുത്തിട്ടുണ്ട് വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കണി വെക്കണതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് സൈഡിലും ഇതും കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി താഴെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുനുകുനെന്ന് കുനിപ്പ് കാണുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഹോട്ട് ഗ്ലൂവിൻ്റെ ആയതുകൊണ്ടാണ് ആ വലിഞ്ഞ് തിളങ്ങണ സാധനം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പം മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. കുറച്ച് സ്ഥലത്ത് ഇതുപോലെ ആ ഹോട്ട് ഗ്ലൂവിൻ്റെ സാധനം തെളിഞ്ഞിരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് പറിച്ച് കളയണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ കാച്ചിക്കോട്ട കുറച്ച് ഡയലോഗ് കൂടി പറയും, അതും കൂടി കേട്ടിട്ട് പോക്കോട്ടോ. ടാറ്റ അങ്ങോട്ട് പറ. കളയല്ലേ. സാധനം ഉണ്ടാക്കിയതല്ല കിടക്കണേ. അടുത്തതാ? എന്നാ അടുത്ത സാധനം ഉണ്ടാക്കാം. എന്നാ ഹായ് കൂട്ടുകാരെ പറ. കാശി എന്താ ഉണ്ടാക്കാൻ പോണേ? ഒരു വേറെ സാധനം ഉണ്ടാക്കാൻ പോവാ. ഉണ്ടാക്കിയത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അടുത്തത് ഉണ്ടാക്കാൻ പോവാ. ശരി, ലെറ്റ്സ് ഗോ. ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറ.